അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശ്വാസികളായ നമുക്ക് ശീലിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ മറ്റൊന്ന് തവക്കുൽ എന്ന് പറയുന്ന മാനസികാവസ്ഥയാണ്. അത് ഈമാനിൻ്റെ അനുഗ്രഹീതമായ ശാഖകളിലും ഭാഗങ്ങളിലും സുപ്രധാനമായ ഒന്നാണ്. എന്താണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, തമ്പുരാനിൽ സമർപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചിന്തിക്കാനും ചെയ്യാനും കഴിയുക. തവക്കുൽ എന്ന് പറയുന്നത് കേവലം നമ്മൾ പ്രവൃത്തികൾ ചെയ്യാതെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിച്ച് കാത്തു നിൽക്കുന്ന നിസ്സഹായവും നിസ്സംഗവുമായ അവസ്ഥക്കല്ല പറയുക. മറിച്ച് ഞാൻ ചെയ്യാനുള്ളത് മുഴുവനും ചെയ്ത് അതിൻ്റെ ഫലവും വിജയവും അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് കാരുണ്യം കൊണ്ട് സംഭവിക്കണേ എന്ന് റബ്ബിൻ്റെ മുന്നിൽ സമർപ്പിച്ചു നിൽക്കുന്ന ആത്മവിശ്വാസമുള്ള മാനസികാവസ്ഥക്കാണ് തവക്കുൽ എന്ന് പറയുക. അതിൽ തദ്ബീർ, അസ്ബാബ് ഇത് രണ്ടും ഉണ്ടാവുക അനിവാര്യമാണ്. നിയന്ത്രണം ഉണ്ടാവണം, കാരണങ്ങൾ ഉണ്ടാവണം. ഇത് രണ്ടും സാധ്യമാക്കിയെടുക്കേണ്ടത് വിശ്വാസികളായ നമ്മൾ തന്നെയാണ്. ഞാൻ ചെയ്യാനുള്ളത് മുഴുവനും ചെയ്ത് ഫലത്തിനു വേണ്ടി അള്ളാഹുവിനോട് കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ കയ്യിൽ കിട്ടിയ വിത്ത് ഭൂമിയിൽ കുഴിച്ച് അതിൽ നട്ട് അതിന് വെള്ളവും വളവും നൽകി നിത്യേന അതിനെ സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനാവശ്യമായി ആകാശത്തിൽ നിന്ന് പെയ്യേണ്ട മഴ സമയത്ത് പെയ്യുകയും അതിന് കൃത്യമായി കിട്ടേണ്ടുന്ന സംരക്ഷണം അത് കാലാവസ്ഥയിലൂടെ പടച്ച തമ്പുരാൻ നൽകുകയും എന്നിട്ട് ആഗ്രഹിച്ചതിലും പ്രതീക്ഷിച്ചതിലും കൂടുതൽ വിളവ് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടല്ലോ, അതാണ് തവക്കുലിൻ്റെ ഫലം എന്ന് പറയുന്നത്. എന്നാൽ അധ്വാനം മുഴുവനും തൻ്റേത് തന്നെയാണ്. കഠിനമായി പരിശ്രമിക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. ഫതവക്കലു ഹഖ്ക തവക്കുലിഹി. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് കാണാം, നിങ്ങൾ തവക്കുലാക്കേണ്ട രൂപത്തിൽ തവക്കുലാക്കണം, അഥവാ സമർപ്പിക്കേണ്ട രൂപത്തിൽ സമർപ്പിക്കണം. ഉദാഹരണമായി പറയുന്നത് തഗ്ദു ഹിമാസ വതറൂഹു ബിതാന. രാവിലെ കൂടുകളിൽ നിന്ന് ചിറകിട്ടടിച്ചുയർന്നു പോകുന്ന പക്ഷികളില്ലേ, ആ പക്ഷികൾ വയറ് നിറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്ത് തിരിച്ച് കൊക്കിൽ ഭക്ഷണം അമർത്തിപ്പിടിച്ച് വയറു നിറച്ച് തിരിച്ചു വരുന്നതും കണ്ടിട്ടില്ലേ? അതുപോലെ നിങ്ങൾ തവക്കുലാക്കുക. കാരണം തഗ്ദു, ഗോ ആൻഡ് ടേക്ക് ആൻ അറ്റംപ്റ്റ്. രാവിലെ പോവുക, പോയി പരിശ്രമിക്കുക, അതാണ് തഗ്ദു എന്ന് പറഞ്ഞാൽ. വതറൂഹു ബിതാന, അങ്ങനെ പോയി അധ്വാനിച്ച് വയറ് നിറച്ച് വൈകുന്നേരം വിശ്രമത്തിന് വേണ്ടി തിരിച്ചു വരികയും ചെയ്യുക. കഠിനാധ്വാനം ചെയ്ത് പരിശ്രമിച്ചുകൊണ്ട് വിജയത്തിനും ഫലത്തിനും അള്ളാഹുവിൻ്റെ മുന്നിൽ കാത്തു നിൽക്കുന്ന അവസ്ഥക്കാണ് തവക്കുൽ എന്ന് പറയുക എന്നർത്ഥം. അങ്ങനെ സമർപ്പിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളാവുക എന്നതാണ് പ്രധാനം. അപ്പോൾ അള്ളാഹു കൂടെയുണ്ട് എന്നതൊരു ധൈര്യമായി സംഭവിക്കുകയും ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.